ഹായ് ലേണേഴ്സ്, UGC നെറ്റ് കൊമേഴ്സിന്റെ തേർഡ് യൂണിറ്റ് ആയിട്ടുള്ള ബിസിനസ് എക്കണോമിക്സിൽ നിന്നുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിയാലോ. സ്വീസീസ് കിങ്ഡ് ഡിമാൻഡ് കർവ് മോഡൽ ടു എക്സ്പ്ലെയിൻ ദ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ റിലേറ്റ്സ് ടു വിച്ച് ടൈപ്പ് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ? ഓപ്ഷൻ എ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ഓപ്ഷൻ ബി മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ, ഓപ്ഷൻ സി മോണോപ്പൊളി ആൻഡ് ഓപ്ഷൻ ഡി ഒളിഗോപ്പൊളി. പോൾ സ്വീസിയുടെ കിങ്ഡ് ഡിമാൻഡ് കർവ് ഇതിലേത് മാർക്കറ്റ് സ്ട്രക്ചറുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് എന്നതാണ് നമ്മുടെ ചോദ്യം. ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഒളിഗോപ്പൊളിയാണ്. ഒളിഗോപ്പൊളി മാർക്കറ്റിൽ പ്രൈസ് സ്റ്റെബിലിറ്റിയെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ടാണ് കിങ്ഡ് ഡിമാൻഡ് കർവ് മോഡൽ വന്നിട്ടുള്ളത്. കിങ്ഡ് ഡിമാൻഡ് കർവ് എന്ന് പറയുമ്പോൾ ഡിമാൻഡ് കർവിൽ ഒരു കിങ് ഉണ്ടാകുന്നതാണ്. അതായത് ഡിമാൻഡ് കർവിലെ കിങ്ങിന് മുകളിലേക്ക്, ഡിമാൻഡ് കർവിന്റെ കിങ്ങിന് മുകളിലേക്കുള്ള പോർഷൻ ഒരു ഫേം പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സ് അത് ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു പ്രൈസ് ഇൻക്രീസിങ് പോർഷൻ എപ്പോഴും ഇലാസ്റ്റിക് ആയിട്ടിരിക്കും. അതായത് ഒരു ഫേം മാത്രം പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നു, ബാക്കിയുള്ള ഫേംസ് അത് ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു പ്രൈസ് ഇൻക്രീസ് ചെയ്ത ഫേമിന്റെ മാത്രം ഡിമാൻഡ് കുറയും. ഇനി കിങ്ങിന് താഴേക്കുള്ള പോർഷൻ ഒരു ഫേം പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള എല്ലാ കോമ്പറ്റീറ്റേഴ്സും അത് ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഒരു ഫേം മാത്രം പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ കോമ്പറ്റീറ്റേഴ്സും അവരോടൊപ്പം തന്നെ പ്രൈസ് ഡിക്രീസ് ചെയ്യുന്നു. സോ അവിടെ ഡിമാൻഡിൽ ഒരു ഡിഫറൻസും വരുന്നില്ല. കിങ്ങിന് താഴേക്കുള്ള പോർഷൻ എപ്പോഴും ഇൻഇലാസ്റ്റിക് ആയിരിക്കും. കിങ്ങിന് മുകളിലേക്കുള്ള പോർഷൻ ഇലാസ്റ്റിക് ഡിമാൻഡും കിങ്ങിന് താഴേക്കുള്ള പോർഷൻ ഇൻഇലാസ്റ്റിക് ഡിമാൻഡും ആയിരിക്കും. ഇതാണ് സ്വീസിയുടെ കിങ്ഡ് ഡിമാൻഡ് കർവിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എപ്പോഴും പ്രൈസ് ഒരു സ്പെസിഫിക് പോയിന്റിൽ തന്നെ സ്റ്റേബിൾ ആയിട്ടിരിക്കാനാണ് സാധ്യത. ഓക്കെ, താങ്ക് യു.